വേറെ ആരെങ്കിലും ആയിരുന്നു കാണായിരുന്നു. എന്ത് പൈപ്പിനടുത്ത് ആദ്യം എത്തിയത് ഞാനാ. ഓ അങ്ങനെ. ഈ തുണി കൂടി നൽകി തടി. എന്റെ പൊന്നു ലക്ഷ്മി കുട്ടിയില്ലേ, ഈ തുണി കൂടി നൽകി തരുമോ? സൗകര്യമില്ല. കോളനി കമലഹാസൻ അങ്ങ് പോയാട്ടെ. अरियो बहन, मैं कॉलोनी का नहीं, वो सारी मुंबई का कमलहासन हूँ. मैं तुम्हारे लिए एक अच्छा गाना गाता हूँ. അയ്യടാ അച്ഛാ ഗാന കഴുതകരച്ചിൽ കേൾക്കാത്തിന് കുറവേ ഉള്ളൂ. കഴുതകരച്ചിലോ? നോക്കിക്കൂടി, എന്റെ ഈ ഞങ്ങളുടെ ഈ പാട്ട് കേൾക്കാൻ ഈ ധാരാവിയല്ല, ഈ മുംബൈ നഗരം മുഴുവൻ ക്യൂ നിൽക്കും. ഒരു ഓട്ടോഗ്രാഫ് ആയിട്ട് നീ അങ്ങോട്ട് വാ. ഓട്ടോഗ്രാഫ് അതിലും ഭേദം പോയി ചാകുന്നതാ. കണ്ടാലും മതി രണ്ടിനെ. പല ശവടക്കിനും പോയി പാടും. ഒരു മിനിറ്റ്. അത് ഞാൻ ശങ്കർ. എന്തു പറ്റി ശങ്കറിന്? എന്താണ് എനിക്കൊരു കുന്തം കാണുമ്പോ മുടിഞ്ഞ സ്നേഹം, കെട്ടിപ്പിടിക്കലും ഉമ്മ വെപ്പ്. രാവിലെ അമ്പലത്തിൽ മുഴുവൻ നോക്കി നിന്നൊന്ന് കാണാനായിട്ട്. ഇന്നത്തെ ദിവസം എന്തെങ്കിലും നിനക്ക് ഓർക്കായിരുന്നില്ലേ? ഇന്നെന്താ ഇൻഡിപെൻഡൻസ് ഡേ അതോ റിപ്പബ്ലിക് ഡേ? ശരിത്തോ അറിയില്ലേ നിനക്ക്? ഇന്ന് എന്റെ പിറന്നാളാ. ഞാനതങ്ങ് മറന്നുപോയി. കഴുത പിറന്നാളായിട്ട് ഇല്ലാത്ത കാശിന് വാങ്ങി ഉടുപ്പിട്ടോണ്ട് ഇറങ്ങിയതാ നിന്നെ കാണാൻ. എന്നിട്ട് അതിന് മുഴുവൻ ആ കൊരങ്ങൻ. എനിക്ക് നിന്നെ കാണണ്ട. വേണ്ട, വിടാനാ പറഞ്ഞ. സ്വർണ്ണമൊന്നുമില്ല, വെറും റോൾ ഗോൾഡ്. നല്ല എന്തെങ്കിലും വാങ്ങിത്തരണമെന്ന് വിചാരിച്ചാ ഞാൻ. നിന്റെ കഴിഞ്ഞ പിറന്നാൾ തൊട്ട് ഞാൻ സ്വരുക്കൂട്ടി വെച്ച് ഇതിനെ കഴിഞ്ഞോളൂ. ഇഷ്ടായില്ലേ? ഒരുപാട്. നോക്കൂ, നിന്റെ അടുത്ത പിറന്നാളിന് ഈ മുംബൈ സിറ്റിയിൽ എന്ത് വേണേ നീ ചോദിച്ചോ, ഞാൻ വാങ്ങിത്തരാം. എന്താടി ചിരിച്ച്? ഈ ധാരാവില് നീ ഞാനും അടക്കം എല്ലാവരും കാണുന്ന സ്വപ്നം. പക്ഷെ എനിക്കങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. ഇതിലും വലുതായിട്ട് വേറൊന്നും വേണ്ട. അയ്യ, അപ്പോഴേക്കും മോന്തൊരു കൊട്ട. അതെടി സാലേത്തു. നിന്റെ ഉമ്മോക്കിലും കെട്ടിപ്പിടിക്കലൊക്കെ സൂക്ഷിച്ചു മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ നിന്റെ ദിൽവാലെ ദുൽഹനിയും കൊണ്ട് ലേ ജായേങ്കെ.